ഒരു കസ്റ്റമർ ഒരു ലോണിന് വരുമ്പോൾ അയാൾ വരുന്നത് ഒരു എമർജൻസി ഒരു എമർജൻസി സിറ്റുവേഷനിലായിരിക്കും നമ്മളൊരു ഗോൾഡ് അല്ലെങ്കിൽ ഒരു ഓർണമെൻ്റായിട്ട് നമ്മൾ എന്ത് വരുന്നത് ലോണിന് വരുന്നത്. അപ്പോൾ ആ സമയത്ത് അയാൾക്ക് എത്രയും പെട്ടെന്ന് ആ ഒരു പ്രോസസ്സ് കംപ്ലീറ്റ് ചെയ്ത് അയാളെ സാറ്റിസ്ഫൈഡ് ആയിട്ട് പറഞ്ഞു വിടുക എന്നുള്ളത് മാത്രമാണ് നമ്മൾ ചിന്തിച്ചിട്ടുള്ളത്. അപ്പോൾ ആ ചുരുങ്ങിയ സമയം കൊണ്ട് ആ പ്രൊസീജിയർ കംപ്ലീറ്റ് ചെയ്ത് കസ്റ്റമറെ ഹാപ്പിയാക്കി തിരിച്ചു വിടുക. സോ അത്തരത്തിലുള്ള കസ്റ്റമേഴ്സ് തീർച്ചയായിട്ടും എന്നും നമ്മുടെ കൂടെ തന്നെ ഉണ്ടാവും. അതുകൊണ്ടൊക്കെ തന്നെയാണ് ഈ സ്കീംസ് ഇത്രയധികം ആളുകളുടെ ഇടയിൽ ജനശ്രദ്ധ ആകർഷിച്ചതും മറ്റുള്ള സ്ഥാപനങ്ങളുടെ ഇടയിൽ ഞങ്ങൾക്കൊരു വിസിബിലിറ്റി കിട്ടാനൊക്കെ കാരണം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ഈ പറയുന്ന സ്കീംസൊക്കെ തന്നെയാണ്. ഇപ്പോൾ 4% മാത്രമല്ല 7% കിസാൻ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ 11.85 എന്ന് പറയുന്നത് കാരുണ്യ സ്വർണ്ണപ്പണയ വായ്പ, അതുപോലെ മാർക്കറ്റ് റേറ്റിൻ്റെ ഏകദേശം 90% നമ്മൾ ലെൻഡ് ചെയ്യുന്നുണ്ട്. സോ അത് ഭീമ ഗോൾഡ് ലോൺ. സോ ഇത്തരത്തിലുള്ള പല വായ്പകളും പല സ്കീംസും നമ്മൾ ഡിസൈൻ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഏത് സെഗ്മെൻറ്റിലുള്ള കസ്റ്റമേഴ്സിനെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അവരുടെ നീഡ്സ് ഫുൾഫിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ. ഇപ്പോൾ ഉദാഹരണത്തിന് കച്ചവടക്കാർ, സോ അവർ മാക്സിമം ഒരു ഗോൾഡ് പ്ലഡ്ജ് ചെയ്യാൻ വരുമ്പോൾ മാക്സിമം എനിക്ക് എത്ര റേറ്റ് കിട്ടുമെന്നാണ് അവർ നോക്കുക. സോ ബിക്കോസ് അവർ ഈ പണം റീഇൻവെസ്റ്റ് ചെയ്യുന്നത് അവരുടെ ബിസിനസ്സിലാണ്, കച്ചവടത്തിലാണ്. അവരെ സംബന്ധിച്ച് റേറ്റ് ഓഫ് ഇൻട്രസ്റ്റ് ഒരു പ്രശ്നമല്ല. ബിക്കോസ് അവർ അതിലും കൂടുതൽ പ്രോഫിറ്റ് കണ്ടാണ് അതിൽ റീഇൻവെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. സോ അവരെ സംബന്ധിച്ച് ഇയർലി ഇവിടെ 10 to 20% ഇൻട്രസ്റ്റ് അടയ്ക്കുക എന്നുള്ളത് ഒരു വലിയ കാര്യമല്ല. നേരെ മറിച്ച് ഒരു കർഷകരെ സംബന്ധിച്ച് ഈ പറയുന്ന സ്കീമിലേക്ക് പോകാൻ അവർക്ക് താല്പര്യം ഉണ്ടാവില്ല. അവർക്ക് 4% അല്ലെങ്കിൽ 7% ആയിരിക്കും അവർക്ക് കൂടുതൽ താല്പര്യം. റീപേയ്മെൻറ്റ് ബാക്കി കാര്യങ്ങളൊക്കെ അവരാണ് കൂടുതൽ നോക്കുക. സോ അതൊക്കെ തന്നെയാണ് ജനങ്ങൾക്കിടയിൽ ഒരു സൊസൈറ്റി അല്ലെങ്കിൽ UGSനെ ഒരു ജനശ്രദ്ധ ആകർഷിക്കാൻ കാരണം എന്ന് എനിക്ക് തോന്നുന്നത്.